നമ്മളൊരു സമ്മാനം ഒരാൾക്ക് കൊടുക്കാൻ വാങ്ങുന്ന സമയത്ത് ആ സമ്മാനം ആർക്കാണോ കൊടുക്കുന്നത് അവരോടുള്ള നമ്മുടെ സ്നേഹം അതിൽ പ്രതിഫലിക്കും അല്ലേ? അതുപോലെ തന്നെ സമ്മാനം ലഭിച്ച ആൾ ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു എന്നത് അത് നൽകിയ ആളോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാകും. നരേന്ദ്രമോദി ന്യൂസിലാൻഡിൽ എത്തുമ്പോൾ അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു മഫ്ലർ അത് 30 വർഷം പഴക്കമുള്ള ഒന്നായിരുന്നു. എന്നാൽ അതിന്റെ പിന്നിലുള്ള കഥ അറിഞ്ഞപ്പോൾ ആ പഴക്കമുള്ള മഫ്ലറിന് സ്വർണത്തെക്കാൾ തിളക്കം. ഓക്ലൻഡിൽ പ്രവാസി ഭാരതീയരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പഴയ ന്യൂസിലാൻഡ് സന്ദർശനം ഓർമ്മിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴുത്തിൽ അണിഞ്ഞിരുന്ന മഫ്ലർ കയ്യിലെടുത്ത് അന്ന് സന്ദർശനത്തിനിടെ തനിക്ക് സമ്മാനിച്ചതാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ആദ്യ സന്ദർശനമായിരിക്കാം ഇത്. എന്നാൽ 25-30 വർഷം മുൻപ് സർക്കാരിന്റെ ഭാഗമല്ലാതിരുന്നപ്പോഴും പൊതുജീവിതത്തിൽ ആരും തന്നെ തിരിച്ചറിയാതിരുന്നപ്പോഴും ന്യൂസിലൻഡ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അന്നൊരാൾ 3 വസ്തുക്കൾ സമ്മാനമായി നൽകി: ഒരു മഫ്ലർ, ഒരു തൊപ്പി, പിന്നെ ഒരു ജോഡി ഗ്ലൗസുകൾ. അവയിൽ ഒന്ന് ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഈ മഫ്ലർ അന്നൊരു ന്യൂസിലാൻഡ് സ്വദേശി നൽകിയതാണ്. ഈ വർഷങ്ങൾക്കിടയിൽ അത് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തെ എങ്ങനെയാണോ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇതും സൂക്ഷിക്കുന്നു. ശരിക്കും നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ചില സമ്മാനങ്ങൾ എന്നല്ല, ആര് എന്ത് സമ്മാനവും നമുക്ക് വളരെ സ്നേഹത്തോടെ നൽകുന്നു. ആ സമ്മാനം നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു തെളിവാണ് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ആരുമല്ലാതിരുന്ന കാലത്ത് ന്യൂസിലാൻഡിൽ പോയ സമയത്ത് അവിടെയുള്ള ഒരാൾ നൽകിയ ഒരു ഗിഫ്റ്റ് അത് പലപ്പോഴായി ഉപയോഗിച്ചിരുന്നു. ആ ഗിഫ്റ്റ് സൂക്ഷിച്ചു വെച്ചിരുന്ന 30 വർഷത്തോളം പഴക്കമുള്ള ആ മഫ്ലറുമായി ഇന്ന് പ്രധാനമന്ത്രിയായി ന്യൂസിലാൻഡിലേക്ക് എത്തുമ്പോൾ ആ മഫ്ലർ ധരിച്ചുകൊണ്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് എത്രമാത്രം വാല്യൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നു എന്നത് തന്നെയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പാഠം. നമ്മളൊക്കെ ഒരു സമ്മാനം കിട്ടിയാൽ അത് ഉപയോഗം ശൂന്യമായി കഴിഞ്ഞാൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുന്ന പ്രവണതയൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനൊപ്പം വേദി പങ്കിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെ പ്രകീർത്തിച്ചു. ഈ നയതന്ത്ര യാത്രയുടെ യഥാർത്ഥ നാവികർ പ്രവാസികളാണെന്നും മോദി അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓക്ലൻഡ്, വെല്ലിംഗ്ടൺ, ക്രിസ്റ്റ്ചർച്ച്, ക്വീൻസ് ടൗൺ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഈ സുവർണ്ണ നൂറ്റാണ്ടിന്റെ നാവികരാണ് എന്നും അവർ ഇന്ത്യ ന്യൂസിലാൻഡ് ബന്ധത്തിന്റെ ഭാവി രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊപ്പം ഇന്ത്യയുടെ ആധുനിക നേട്ടങ്ങളുടെ ഒരു പുഷ്പഗുച്ഛവുമായാണ് താൻ വന്നിരിക്കുന്നത് എന്നും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകർ, മൊബൈൽ ഡാറ്റ ഉപഭോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം, ഇങ്ങനെ ഇന്ത്യ കൈവരിച്ച സാങ്കേതിക സാമ്പത്തിക മുന്നേറ്റങ്ങൾ അദ്ദേഹം പ്രവാസികൾക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തി. 4 പതിറ്റാണ്ടിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ചരിത്രപരമായ സന്ദർശനത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം റോഡ് മാപ്പ് ടു 2030 ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. പ്രതിരോധം, സമുദ്ര സുരക്ഷ, വിദ്യാഭ്യാസം, കൃഷി, ടൂറിസം എന്നീ മേഖലകളിൽ നിർണായക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ.